നിലയാണ് ഞാൻ ഓർക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അന്ത്യകാലത്ത് ഞാൻ സകല ജഗത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് മുൻമഴയും പിന്മഴയും ദൈവം അയക്കുമെന്ന് പറഞ്ഞത് ആ മുൻമഴയോട് കൂടിയാണ് ദൈവത്തിന് സ്തോത്രം സഭ സ്ഥാപിതമായത്. പിന്മഴ ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അതേ പ്രിയമുള്ളൊരു കൃഷി ഇറക്കണമെങ്കിൽ മുൻമഴ വേണം. കൃഷി ഫലവത്തായി തീരണമെങ്കിൽ പിന്മഴ കൂടിയേ മതിയാകുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ അവരോഹണത്തോടെ മുൻമഴയോടുകൂടെ അതേ സഭയുടെ വിത്ത് ആ യെരൂശലേമിൽ വിതച്ചുവെങ്കിൽ ഇത് ഒരു ഫലശേഖരണത്തിന്റെ കാലമാണ്. ഇതൊരു പിന്മഴയുടെ കാലമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതേ തക്ക സമയത്ത് മുൻമഴയെ അയക്കുന്ന ദൈവമാണ്. ഈ ദൈവവചനം നമുക്ക് ലഭിച്ചതോടെ ഈ സത്യം അറിയുവാൻ ഇടയായതുകൊണ്ട് സന്തോഷമുള്ള ദൈവമക്കൾ ഒന്നുമേ സ്തുതിച്ചാട്ടെ. അനേകവും സംഘമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിന്റെ അവരോഹണത്തോടെ അത് ആളുകൾ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ കൂടി വന്ന ജനം ആശ്ചര്യപരന്തരായി. ഇതെന്താണ് സംഭവിക്കുന്നത്? ഈ കാണുന്നത് എന്താണ്? ഈ കേൾക്കുന്നത് എന്താണ് എന്നുള്ള ചിന്ത അവർക്കുണ്ടായി. ആ ചിന്ത അവർക്കുണ്ടായപ്പോൾ അവരാശ്ചര്യപരന്തരായിട്ടിരിക്കുമ്പോൾ ഇതെന്താണ് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ചൂണ്ടിക്കാണിച്ച അതേ പഴയ നിയമത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ പേരും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് 2:1 ക്രിസ്തീയ സഭ കേട്ട പ്രസംഗം ആരംഭിച്ചത്. അപ്പോൾ അവൻ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് ആ ഭാഗത്തെ 2-ാം അധ്യായത്തിന്റെ 37 വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നതാണ് നമ്മുടെ അടിസ്ഥാന ഉപദേശം. അല്ലാതെ ഒരു കാനോനിന്റെയോ ഒരു സുന്നകദോസിന്റെയോ തീരുമാനം നമ്മുടെ അടിസ്ഥാന ഉപദേശമല്ല. അന്ന് പ്രസംഗിച്ച പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിൽ നിൽപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്ന ഓർത്ത് ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ചിന്തനീയമായി തോന്നിയിട്ടുണ്ട്. അതെ, ഈ അടിസ്ഥാനത്തിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന, അംഗീകരിക്കുന്ന, ഏറ്റുപറയുന്ന, കൈക്കൊള്ളുന്ന ആ അടിസ്ഥാനത്തിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് യേശു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതെ, ആ സഭയുടെ പണി എന്നാണ് നടന്നത്? ദൈവത്തിന് സ്തോത്രം. ആ സഭയുടെ പണി എന്നാണ് നടന്നത്? നമുക്കറിയാവുന്ന കാര്യമാണ്. വളരെ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ. പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഈ കാര്യം ഓർപ്പിച്ചെങ്കിലും തുടർന്നുള്ള മത്തായിയുടെ സുവിശേഷത്തിലോ മർക്കോസിന്റെ സുവിശേഷത്തിലോ ലൂക്കോസിന്റെ യോഹന്നാന്റെ സുവിശേഷത്തിലോ സഭയുടെ പണികൾ നടന്നതായി കാണാൻ കഴിയുന്നില്ല. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ സ്തോത്രം. ശ്രദ്ധിക്കണേ. അതേ, പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ പ്രാരംഭ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം യെരൂശലേമിൽ കൂടിയിരുന്നു എന്ന്. അതേ, ദൈവത്തിന് സ്തോത്രം. ആ കൂടിയിരുന്നവര് ആരെല്ലാമാണ്? യേശുവിന്റെ അമ്മ മറിയയുണ്ട്, യേശുവിന്റെ അതേ അപ്പോസ്തലന്മാര്, ആ യൂദാ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. യേശുവിനോട് ഏറ്റവും അടുത്ത 120 പേരാണ് അവിടെ കൂടിയിരിക്കുന്നത്. ആ കൂടിവരവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിരിക്കുന്ന ഒരു പദം, ദൈവത്തിന്റെ സ്തോത്രം, സംഘം എന്നാണ്. 120 പേരുള്ള ഒരു സംഘം അവിടെ കൂടിയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സഭ രൂപോത്കൃതമായി
ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് സഭ രൂപവൽകൃതമായത്? എപ്പോഴാണ് സഭ രൂപവൽകൃതമായത്? അവരെ കൂടിയിരുന്നപ്പോൾ ഒരു സംഘമായിരുന്നു. കൂടിയിരുന്ന ഒരു സംഘമായിരുന്നു. ആ സംഘത്തിന്മേൽ അതേ പരിശുദ്ധാത്മാവിന്റെ അവരോഹണമുണ്ടായപ്പോൾ അത് സഭയായി രൂപപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമില്ലാത്ത, പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്കില്ലാത്ത, പരിശുദ്ധാത്മ നിയോഗിതരായ കർത്തൃദാസന്മാരില്ലാത്ത അതേ എല്ലാ സമൂഹങ്ങളും സംഘങ്ങളാണ്. എല്ലാ സമൂഹങ്ങളും സംഘങ്ങളാണ്. ഏത് പേര് പറഞ്ഞാലും സംഘമാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അവരോഹണത്തോടെയാണ് സഭയായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. പല കാര്യങ്ങൾ അതിനോട് ബന്ധത്തിൽ ഓർപ്പിപ്പാൻ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. സമയം പോകുന്നത് കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതെ, നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ സംഘങ്ങളുണ്ട്. അധ്യാപക സഹകരണ സംഘം, കർഷക തൊഴിലാളി സഹകരണ സംഘം എന്നു വേണ്ട എന്തുമാത്രം സംഘങ്ങളുണ്ട്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം, നായർ സർവീസ് സൊസൈറ്റി, എന്തുമാത്രം സംഘങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമില്ലാത്ത, പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്കലില്ലാത്ത, പരിശുദ്ധാത്മാവിന്റെ ചലനമില്ലാത്ത, പരിശുദ്ധാത്മാവിന് സ്ഥാനമില്ലാത്തത് എല്ലാം സംഘങ്ങളാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആരാണ് സഭയുടെ അംഗമായിത്തീരുന്നത്? രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. സഭയുടെ ആരംഭം പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ അവരോഹണത്തോടെയാണ്. അതെ, ദൈവത്തിന് സ്തോത്രം. കോട്ടയം പട്ടണത്തിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ല യോഗം, ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ല യോഗം നടന്നു. ഒരു നല്ല സുവിശേഷ യോഗം. അത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നമ്മുടെ ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓർപ്പിക്കുകയാണ്. അതെ, മടങ്ങി വരുമ്പോൾ ഞാൻ ബസ്സിൽ മടങ്ങി, ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്, എന്റെ പ്രവർത്തന സ്ഥലത്തേക്ക് വരാൻ ബസ്സിൽ കയറിയപ്പോൾ അടുത്ത മറ്റാരുമില്ലായിരുന്നു.